ശ്രീനഗറിൽ നിന്നും നമുക്ക് ജമ്മു കാശ്മീരിലെ വിശേഷങ്ങൾ സമ്പൂർണ്ണമായി അറിയാൻ വേണ്ടിയിട്ട് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ഇവിടെ ജിഷ്ണു പറഞ്ഞത് ജനാധിപത്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ജമ്മു കാശ്മീരിലെ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ്. കാരണം 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്. അത് മാത്രമല്ല 370-ാം വകുപ്പ് അത് റദ്ദാക്കിയ ശേഷം നടക്കുന്ന ജനവിധി, അത് മാത്രമല്ല സമാധാനപരമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അവിടെ പ്രധാനമായും BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് ഉണ്ട്, PDP തുടങ്ങിയ പാർട്ടികളുമുണ്ട്. ഈ എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വരുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. എങ്കിൽ പോലും ജനാധിപത്യത്തിൽ 10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നാളത്തെ ഫലം എങ്ങനെ വന്നാലും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അത് കൂടുതൽ കരുത്തു പകരുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ലല്ലോ ഗൗതം അനന്തനാരായണൻ. വിനോദ്, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് നാം വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശമായി മാറിയ പഴയ സംസ്ഥാനം പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയും അല്ലെങ്കിൽ ഭീകരവാദികളുടെയും വിഘടനവാദികളുടെയും ഭീഷണിയെ തുടർന്ന് വോട്ടെടുപ്പുകൾ ബഹിഷ്കരിക്കപ്പെടുകയും ബോയ്ക്കോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു ജമ്മു കാശ്മീരിൻ്റെ മുൻകാല സാഹചര്യമെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പോൾ കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതിൽ രണ്ടിലുമുള്ള വോട്ടിംഗ് ശതമാനം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58% പേരാണ് ജമ്മു കാശ്മീരിൽ വോട്ട് രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനം 63% ഉയർന്നിരിക്കുന്നു. നമുക്കറിയാം, 58-63 എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോളിംഗ് ടേൺ ഔട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുൻപുള്ള തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് ശതമാനം പരിശോധിച്ച് കഴിയുമ്പോൾ കേവലം 50% താഴെ അല്ലെങ്കിൽ 40% താഴെയൊക്കെ ആയിരുന്നു അന്നത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്കിൽ 2024 നടന്നിട്ടുള്ള ഈ 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതിൽ രണ്ടിലും വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായി എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം കേന്ദ്ര സർക്കാരിനും BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് നേരത്തെ ജിഷ്ണുവും വിനോദും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ മരവിപ്പിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കശ്മീരിൻ്റെ പ്രത്യേക സ്റ്റാറ്റസ് എടുത്തു കളയേണ്ടതായിരുന്നു. അതായിരുന്നു ജനഹിതം. ജനങ്ങൾക്ക് കൂടുതൽ പൗരസ്വാതന്ത്ര്യം ലഭിക്കുന്നതും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്നതുമൊക്കെ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന ഘട്ടത്തിലാണ് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്താൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രൂപപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നാളെ 8 മണിയോടുകൂടി പോളിംഗ് കൗണ്ടിങ് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ പലതും പുറത്തു വന്നിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലാണ്. ജമ്മുവിലെ BJP ആസ്ഥാനത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും റാം മാധവ് ഉൾപ്പെടെയുള്ള BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഭാരിയായിട്ടുള്ള റാം മാധവ് ഉൾപ്പെടെയുള്ളവർ ഈ പിന്നിൽ കാണുന്ന BJP ആസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. ചില നിർണായകമായ ചർച്ചകൾ ഇവിടെ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുകയാണ്. BJPയെ സംബന്ധിച്ച് ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത് 25-നും 30-നും ഇടയിൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നതാണ്. BJP നേതൃത്വം തന്നെ വിശദീകരിക്കുന്നത് ജമ്മു മേഖലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 25-നും 30-നും ഇടയിൽ സീറ്റുകൾ ലഭിച്ച് നിയമസഭയിലെ ഏറ്റവും നിർണായക കക്ഷിയായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് പ്രാദേശിക കക്ഷികളെ ഒപ്പം ചേർത്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീരിൽ അധികാരത്തിലിരുന്നത് BJP PDP സർക്കാരായിരുന്നു. മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിൽ BJPയും സഖ്യം ചേർന്നുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭരണത്തിലിരിക്കുകയും പിന്നീട് ആശയപരമായ ഭിന്നതകളെ തുടർന്ന് ആ സഖ്യം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഒരു രാത്രി മാത്രം ശേഷിക്കെ ജമ്മു കാശ്മീരിൽ BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്.